ബ്രോയുടെ ഇന്റർവ്യൂടെ ഇതിന്റെ അടിയിൽ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അച്ഛനെ നേരത്തെ പച്ചക്ക് തന്തയ്ക്ക് ആൾക്കാരുണ്ടായി കമന്റ്. ഇപ്പൊ തന്തേനെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിളിക്കുന്നുണ്ട്. കാര്യമാക്കി എടുക്കുന്നില്ല. ഞാനിപ്പോ കമന്റ് ബോക്സ് അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. അല്ല അച്ഛനെ കൊണ്ടുവന്ന് അച്ഛനെ ചീത്ത വിളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കമന്റ് ബോക്സ് അങ്ങനെ നോക്കാറില്ല. ആരെ വിളിച്ചാൽ നമുക്ക് തൊലിക്കട്ടിയുള്ളതുകൊണ്ട് നമ്മള് ഒരിക്കലും ബെസ്റ്റ് ആക്ടറിൽ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇപ്പൊ മമ്മൂക്ക ബെസ്റ്റ് ആക്ടർ സിനിമയിൽ പറഞ്ഞു നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആയി നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതുപോലെ ഞാൻ ചോദിക്കും നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും വൈറലാക്കിയിട്ടുണ്ട്? ഞാൻ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് അത് നല്ല പ്രസംഗ രീതി റിവ്യൂ പറഞ്ഞു, പിന്നെ പാട്ട് പാടി ഡാൻസ് കളിച്ചു, അത് വൈറലായ കൊണ്ട് ജനങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. ഓട്ടോ സ്റ്റാൻഡിൽ വൈറലാക്കിയ ആളാ. ചേച്ചിയുണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിൽ വേറെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഈ പ്രശ്നം ഇല്ലടാ. നമ്മുടെ നാട്ടിൽ എല്ലാവരും നല്ല രീതിയിലുള്ള ഓട്ടോക്കാരെ എനിക്ക് എന്റെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് ഓട്ടോ ഓടിക്കുന്നത്. ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം അവന്മാരെന്താ അങ്ങനെ ആയി പോകുന്നത്? അത് ഏരിയയുടെ പ്രശ്നമാണ്. അവിടെ നല്ല വാസ്തുശാസ്ത്ര പ്രകാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഒന്ന് കബഡി തിരുത്താൻ പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓട്ടോ സ്റ്റാൻഡ് ഒന്ന് മാറ്റി വെക്കണം. ഇവിടെ ഉള്ളവരുടെ സ്വഭാവം എന്തോ മൂലയാന്ന് പറ. മലയാളത്തിനാണ് വിജയിക്കാത്തത്, റിവ്യൂവിന്റെ മാത്രം പ്രശ്നമല്ല. ശതമാനം പോലും സിനിമ കൂട്ടുന്നതിന് ഈ കഥ നല്ലായിരുന്നെങ്കിൽ സിനിമ വിജയിക്കും. പിന്നെ നടന്മാരുടെ പെർഫോമൻസും കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിനിമ ഓടും. നടന്മാരുടെ പെർഫോമൻസ് കൊണ്ട് എങ്ങനെ സിനിമ ഓടും? നടന്മാരെ പെർഫോം ചെയ്യും. ആന്റണി വർഗീസും മറ്റേ ഷൈനികത്തിന്റെ മാത്രം പെർഫോമൻസ് കൊണ്ടല്ല ആർഡേസ് ഓടിയത്. ആർഡേസ് ഒരു അലിൻ ജോസ് മാത്രം അലിൻ ജോസിന് സിനിമ എടുത്ത് നോക്കട്ടെ. ആ പടമൊക്കെ വിജയിക്കുമെന്ന് നോക്കാൻ പറ. വേറെ ഏതെങ്കിലും പടത്തിൽ വന്നിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്നുണ്ടല്ലോ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. അത് പൊളിക്കുമായിരിക്കും. സാർ കണ്ടെന്ന് റിവ്യൂ പറയണോട്ടോ. സാറോ ചേതൻ സാർ മതി, കുഴപ്പമില്ല. അണ്ണനെയൊക്കെ ഒന്നും അല്ല കഥയും കഥാപാത്രം നന്നായിരിക്കും. അങ്ങനെ പോയാൻ പറ്റില്ല. ഇപ്പൊ എന്നും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ മലയാള സിനിമ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഇത് ഇനി അങ്ങോട്ട് മലയാള സിനിമ എല്ലാ സിനിമ കാണാനുള്ള ആൾക്കാർ കുറയും. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അത് ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മുടെ ആരാണ് ഈ പുതുമുഖത്തിൽ തലതെറിച്ച് വന്നൊരു പാട്ടുണ്ടല്ലോ, രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ. അതില് സൗഭിക്ക ഉണ്ടായിരുന്നു, പക്ഷെ അർജുന അശോകൻ ഉണ്ടായിരുന്നു. അർജുന അശോകൻ അണ്ണൻ അർജുനുണ്ട്. അപ്പൊ ആ പുള്ളിയൊക്കെ അത് 10 കോടി ക്ലബിൽ കയറി. ഒരു 1.5 കോടിക്ക് പിടിച്ചിട്ട് അത് 8 കോടി ലാഭം കിട്ടിയെന്ന് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല. സുരേഷ് ഗോപി സുരേഷ് ചേട്ടന്റെ ഷേട്ടൻ